ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു പാർട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിൻ്റെ ആർക്കിടെക്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് അതൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് എന്താണ് ഇതിൽ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മോഡൽസ് അതാണ് പഠിക്കേണ്ടുള്ളത്. സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽസ്. അപ്പോൾ തീർച്ചയായും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം അത് പഠിക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. A computer network consists software and hardware that is used to send and receive data from one device to another. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് സോഫ്റ്റ്വെയർസും ഉണ്ട്, ഹാർഡ്വെയർസും ഉണ്ട്. നമ്മൾ ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. The role of hardware is to prove the physical equipment that are required in order to send and receive data, while software defines the set of instructions that uses the hardware equipments for data transmission. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ് എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ. എല്ലാവർക്കും അറിയാമല്ലോ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ എക്വിപ്മെൻ്റ് ആണ്, ഒരു ഡിവൈസാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കീബോർഡ്, മൗസ്, സ്പീക്കർ, പ്രിൻ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, നമ്മൾ ഈ ഡിവൈസസിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാം, ലിനക്സ്, വിൻഡോസ് ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർസ് തന്നെ 2 ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. എ കമ്മ്യൂണിക്കേഷൻ സബ് സിസ്റ്റം ഈസ് എ കോംപ്ലക്സ് പീസ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും എല്ലാം കൂടി ചേരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സബ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഇനി ഈ മോഡൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എന്ത് അപ്രോച്ചാണിത് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലെയേഴ്സ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ്? ദ മെയിൻ പർപ്പസ് ഓഫ് ഹാവിങ് സെവറൽ ലെയേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മോഡൽ ഈസ് ടു ഡിവൈഡ് എ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡേറ്റ ഇൻ ടു സ്മാൾ ടാസ്ക്. ഓക്കെ, അതായത് നമ്മൾ ഒരു ലെയേർഡ് അപ്രോച്ച്, ISO ആണ് ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനൊരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടുള്ളത്. അപ്പോൾ അത് അവരൊരു ലെയേർഡ് അപ്രോച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെയേർഡ് അപ്രോച്ചിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ചെറിയ ചെറിയ ടാസ്ക്കാക്കി മാറ്റാനായിട്ട് പറ്റും. അത് സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാകാം, റിസീവിങ് പ്രോസസ്സാകാം. അപ്പോൾ ഡേറ്റയെ സെൻഡ് ചെയ്യുന്നതാകാം, റിസീവ് ചെയ്യുന്നതാകാം. ഈ ഒരു പ്രോസസ്സിനെ സ്മാൾ ടാസ്ക്കാക്കി മാറ്റിയിട്ടുണ്ട്. Each small task is then assigned to a particular layer which works dedicatedly to process the task only. Every layer does only specific work. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ലെയറിനും ഓരോ ടാസ്ക് അങ്ങ് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ലെയറിൽ ചെക്ക് ചെയ്താൽ മതി എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ എല്ലാ ജോലിയും കൂടി ഒരാൾ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഓരോ ലെയറും ഓരോ സ്പെസിഫിക് വർക്കായിരിക്കും ചെയ്യുന്നത്. The number of layers, functions, contents of each layer will vary from network to network. അപ്പോൾ എത്രമാത്രം ലെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, കണ്ടൻസ്, ഇതെല്ലാം ഓരോ ടാസ്ക് അനുസരിച്ചിരിക്കും. ഓരോ നെറ്റ്വർക്കിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്ത് അപ്രോച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ലെയേർഡ് അപ്രോച്ച്. നെറ്റ്വർക്ക് മോഡൽസ് എന്ന് പറഞ്ഞാൽ OSI മോഡലും TCP IP മോഡലുമാണ് ഉള്ളത്. 2 മോഡൽസാണുള്ളത്, OSI മോഡൽ ആൻഡ് TCP IP മോഡൽ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSI മോഡലാണ്. OSI മോഡലിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ മോഡൽ. അപ്പോൾ ഇതൊക്കെ MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ മോഡൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1984. അപ്പോൾ ഇത് 1984 ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് എ കൺസെപ്ഷണൽ മോഡൽ യൂസ്ഡ് ഫോർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. കൺസിസ്റ്റ് ഓഫ് 7 layers and each layer is connected to each other. The data moves down the OSI model and each layer adds additional information. The data moves down until it reaches the last layer of the OSI model. When the data is received at the last layer of the OSI model, then the data is transmitted over the network. Once the data is reached on the other side, then the process will get reversed. അതായത് ഈ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ മോഡലിൽ 7 ലെയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ലെയേഴ്സും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
അപ്പം ഡേറ്റ ഒരു ലെയറിൽ നിന്നും അടുത്ത ലെയർ, ആദ്യം ലോവർ ലെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അടുത്ത ലെയറിലോട്ട് പോകും. അങ്ങനെ ഡേറ്റ ഓരോ ലെയറിൽ ഇങ്ങനെ ആഡായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ലെയറിൽ പോകുന്നതിനനുസരിച്ച് ഓരോരോ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വരും. ദ ഡേറ്റ മൂവ്സ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് ലെയർ ഓഫ് ദ OSI മോഡൽ. എന്നിട്ട് ഡേറ്റ ഈ ലാസ്റ്റ് ലെയറിൽ എത്തുന്നത് വരെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ലെയർ എത്തി കഴിയുമ്പോഴത്തേക്കും ഈ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ എന്താണെന്നുള്ളത് മൊത്തത്തിൽ ആ നെറ്റ്വർക്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യും. ഒരു സൈഡിൽ നിന്നും ഡേറ്റ അതർ സൈഡിലെത്തി, അതായത് ലോവറിൽ നിന്നും അപ്പറിലെത്തിയതിന് ശേഷം പിന്നെയും ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, റിവേഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. The 7 layers are application layer, presentation layer, session layer, transport layer, network layer, data link layer, physical layer. അപ്പോൾ 7 layers ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക്, ഫിസിക്കൽ. അപ്പോൾ ഇത്രയും ലെയേഴ്സാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയർ ആയിരിക്കും. അപ്പർ ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും. ഡേറ്റ ഈ ലെയേഴ്സിലൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമുക്ക് ഓരോ ലെയേഴ്സും നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ലെയറിനെ പറ്റിയാണ്. It is responsible for the actual physical connection between the devices. The physical layer contains information in the form of bits. It converts binary sequences into signals and transfer it through a transmission media such as cables, etc. അതായത് ഫിസിക്കൽ ലെയറിൻ്റെ ആക്ച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈസസ് തമ്മിലുള്ള ഫിസിക്കൽ കണക്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഫിസിക്കൽ ലെയറിനകത്ത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ബിറ്റ്സ് ആയിട്ടാണ്. ഈ ഒരു ലെയർ ബൈനറി സീക്വൻസസിനെ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ഡിജിറ്റൽ ട്രാൻസ്മിഷനും ഡിജിറ്റൽ ഡേറ്റ ടു ഡിജിറ്റൽ സിഗ്നൽ കൺവേർഷനും. ഇൻ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഇതെന്ന് പറഞ്ഞാൽ ഡേറ്റ ഒന്നുകിൽ അനലോഗോ ഡിജിറ്റലോ ആകാമല്ലോ. അപ്പോൾ ഈ ഒരു ഡേറ്റയെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ ഡിജിറ്റൽ ഡേറ്റ ടു ഡിജിറ്റൽ സിഗ്നൽ കൺവേർഷനിൽ ഡേറ്റയെ ലൈൻ കോഡിങ്ങോ ബ്ലോക്ക് കോഡിങ്ങോ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത ലെയറാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഇത് ഫിസിക്കൽ ലെയർ കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലായിട്ട് വരുന്ന ലെയറാണ് ഡേറ്റ ലിങ്ക് ലെയർ. ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡേറ്റ ഫ്രം ആൻഡ് ഓൺ ടു ദി ലൈൻ. Linked errors are detected at this layer. Data unit in the data link layer is called frame. A frame is transferred from one computer to another computer and transmission is done through a transmission media such as wire, cable, etc. ഈ ഒരു ലെയറിൽ ആക്ച്വലി നടക്കുന്നത് എറർ ഡിറ്റക്ഷനാണ്. ഈ ഒരു ലെയറിൽ ആക്ച്വലി നടക്കുന്നത് എന്താണ്, എറർ ഡിറ്റക്ഷനാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പാക്കറ്റ്സിൻ്റെ ഫോമിലായിരിക്കും ഡേറ്റാസ് ഇരിക്കുന്നത്. ഈ ഒരു പാക്കറ്റ്സിനെ ഈ ഒരു ലെയറിൽ നമ്മൾ വിളിക്കുന്നത് ഫ്രെയിം എന്നാണ്. അപ്പം ഈ ഒരു ലെയറിൽ വെച്ചിട്ട് ഈ പാക്കറ്റ്സിനകത്ത് ഇതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രെയിമിംഗ്, ഫിസിക്കൽ അഡ്രസ്സിംഗ്, എറർ കൺട്രോൾ, ആക്സസ് കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ. അപ്പോൾ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പാക്കറ്റ്സിൻ്റെ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനിലൂടെ ഇത് ചെയ്യുന്നത്, അപ്പം ഇതൊരു പാക്കറ്റ്സ്, ഈ പാക്കറ്റിനകത്ത് ഒരു ഹെഡറും അതുപോലെ തന്നെ അതിനകത്തൊരു ട്രെയിലറും കൂടി ആഡ് ചെയ്യും. ഒരു ഹെഡറും അതുപോലെ ട്രെയിലറും കൂടി ആഡ് ചെയ്യും. അത് ആ ഒരു മെത്തേഡാണ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് ഫിസിക്കൽ അഡ്രസ്സിങ്. ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് പറയുമ്പം ഡേറ്റ ലിങ്ക് ലെയർ ഒരു മാക് അഡ്രസ്സിനും കൂടെ സെൻറ്ററിന് റിസീവറിനും ഈ ഹെഡറിനകത്ത് ഒരു അഡ്രസ്സും കൂടി വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എറർ കൺട്രോൾ. എററിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫ്രെയിം ഉണ്ടെങ്കിൽ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഡാമേജ് ആയിട്ടുള്ളതിനെ മാറ്റിയിട്ട് പുതിയത് അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഫ്ലോ കൺട്രോൾ എന്ന് പറയുമ്പം അതിൻ്റെ ഡേറ്റ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ ആക്സസ് കൺട്രോളാണ്. ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിവൈസസ് കാണുമല്ലോ, കണക്ഷൻസ്. ഇപ്പം ഏത് ഡിവൈസിനാണ് ഒരു കൺട്രോൾ കൊടുക്കേണ്ടുള്ളത്, ആ ഒരു അതായത് അറ്റ് എ ഗിവൺ ടൈം ഏത് ഡിവൈസിനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടുള്ളത്, ആ ഒരു കൺട്രോളിംഗ് ഒക്കെ നടത്തുകയാണ് ആക്സസ് കൺട്രോൾ വഴി ചെയ്യുന്നത്. അപ്പം പാക്കറ്റിനെ ഡേറ്റ ലിങ്ക് ലെയർ ഈസ് കോൾഡ് ആസ്
ഫ്രെയിം. പിന്നെ ഇതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച്, ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് ഡേറ്റ ലിങ്ക് ലെയറിന് എക്സാമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ മോഡവും കേബിളൊക്കെ നമ്മുടെ ഫിസിക്കൽ ലെയറിൻ്റെ എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്രസ് അസൈൻമെൻറ്റ് ആൻഡ് യുണീക്ലി അഡ്രസ്സിങ് ഹോസ്റ്റ് ഇൻ എ നെറ്റ്വർക്ക്. അപ്പോൾ എങ്ങോട്ടാണ് ഇപ്പോൾ ഡേറ്റ പോകേണ്ടത്, ഏത് റൂട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നെറ്റ്വർക്കിലൂടെ ആ ഒരു വഴി നോക്കി സഞ്ചരിച്ച് പോകുന്നതാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻ. അതായത് ഡേറ്റയെ കറക്റ്റ് റൂട്ടിലോട്ട് കടത്തിവിടുന്നു. അതാണ് നമ്മൾ പറഞ്ഞ മെയിൻ ഫങ്ഷൻസിൽ വരുന്നതാണ് റൂട്ടിങ്ങും ലോജിക്കൽ അഡ്രസ്സിങ്. റൂട്ടിങ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പാക്കറ്റ് റൂട്ടിങ് എന്നുള്ളൊരു മെത്തേഡാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നെറ്റ്വർക്ക് ലെയറിന് കുറച്ച് പ്രോട്ടോക്കോൾസ് ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂട്ട് ഏതാണ്, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് എത്താനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതിലൂടെ ഡേറ്റയെ കടത്തിവിടും. ഇതാണ് റൂട്ടിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഈ പാക്കറ്റിനകത്ത് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഒരു IP കൂടി പ്ലേസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള അഡ്രസ്സിലോട്ട് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് കൊടുക്കും, എന്നിട്ട് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും അഡ്രസ്സ് കൊടുത്തിട്ട് ഡേറ്റയെ കറക്റ്റ് റൂട്ടിലൂടെ ബെസ്റ്റ് ഷോർട്ടസ്റ്റ് പാത്ത് നോക്കിയിട്ട് അതിലൂടെ ഡേറ്റയെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അതാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻ. അതായത് റൂട്ടേഴ്സ് ഇതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്പോർട്ട് ലെയർ. The main role of transport layer is to check the reliability of data communication. The data in the transport layer is referred to as segments. ഇത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു റോളെന്ന് പറഞ്ഞാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ, അത് എൻഡ് ടു എൻഡ് ഡെലിവറി ഓഫ് കംപ്ലീറ്റ് മെസ്സേജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡേറ്റ ഇൻ ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെഫേർഡ് ടു as സെഗ്മെൻറ്റ്സ്. ഇപ്പം നമ്മൾ ഫിസിക്കൽ ലെയറിൽ എന്താ പറഞ്ഞത്, ബിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഡേറ്റ ലിങ്ക് ലെയറിൽ വരുമ്പം ആ പാക്കറ്റ്സിനെ നമ്മൾ ഫ്രെയിം എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയറിലും ആ ഫ്രെയിമിൻ്റെ ഫോമിൽ തന്നെയാണ് പോകുന്നത്. അതും സെഗ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ദ മെയിൻ ഫങ്ഷൻസ് ആർ സെഗ്മെൻറ്റേഷൻ, എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, കണക്ഷൻ കൺട്രോൾ, സർവീസ് പോയിൻറ്റ് അഡ്രസ്. സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഡേറ്റയെ സെഷൻ ലെയറിൽ റിസീവ് ചെയ്യുമ്പം അതിനെ എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്മാൾ യൂണിറ്റ്സ് ആയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫ്ലോ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് ഡേറ്റയെ കൺട്രോൾ ചെയ്യുന്നു. എറർ കൺട്രോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, അഥവാ എറർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു റിപ്പീറ്റ് റിക്വസ്റ്റ് കൊടുക്കും. അതല്ലെങ്കിൽ ഡേറ്റ എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് ഡേറ്റയെ എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്തെടുക്കും. പിന്നെ കണക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പം ഇതിനകത്ത് 2 ടൈപ്പിലുള്ള കണക്ഷൻ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും കണക്ഷൻ ലെസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻസ് നടത്തുന്നത് TCP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ കണക്ഷൻ ലെസ് ട്രാൻസ്മിഷൻ നടത്തുന്നത് UDP എന്ന് പറയും. അതായത് നമ്മളെ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അത്രയും നമ്മൾ പഠിക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ പോയാൽ മതി. നെക്സ്റ്റ് നോക്കാം. അടുത്ത് വരുന്നത് സെഷൻ ലെയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്, മെയിൻറ്റെയിൻ ആൻഡ് സിങ്ക്രണൈസ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്. അതായത് ഒരുപാട് ഇപ്പം പല ഡിവൈസസ് ഇതിനകത്ത് കാണുമല്ലോ. അപ്പോൾ ഇതിൽ ഓരോ ഡിവൈസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് അതൊക്കെ നോക്കുകയാണ് ഈ സെഷൻ ലെയർ ചെയ്യുന്നത്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, സെഷൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് പ്രസൻറ്റേഷൻ ലെയർ. The presentation layer is also called the translation layer. Presentation layer receives the data from application layer. പ്രസൻറ്റേഷൻ ലെയറിന് നമ്മൾ ട്രാൻസ്ലേഷൻ ലെയർ എന്നും പറയുന്നുണ്ട്. അപ്പം ട്രാൻസ്ലേഷൻ ലെയർ എന്ന് പറയുന്ന OSI മോഡലിലെ ലെയർ ഏതാണ്? പ്രസൻറ്റേഷൻ ലെയർ. പ്രസൻറ്റേഷൻ ലെയറാണ് ഡേറ്റയെ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും ഭാഗുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ലെയർ. ഈ ഒരു ലെയറാണ് ഡേറ്റയെ ഒരു പ്രസൻറ്റേഷൻ ഫോമാറ്റിൽ നിന്ന് മറ്റൊരു പ്രസൻറ്റേഷൻ ഫോമാറ്റിലോട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറിനെ നമ്മൾ സിൻടാക്സ് ലെയർ എന്നും പറയുന്നുണ്ട്. ഈ ഒരു ലെയറിനെ നമ്മൾ സിൻടാക്സ് ലെയർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്ലേഷൻ ലെയർ. പ്രസൻറ്റേഷൻ ലെയർ റിസീവ്സ് ദ ഡേറ്റ ഫ്രം ആപ്ലിക്കേഷൻ ലെയർ. പിന്നെ ഇതിൽ വരുന്നത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷൻ. എൻക്രിപ്ഷൻ നമുക്ക് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ സെൻഡർ
transmitted information into another form and sends the resulting message over the network. പിന്നെ കംപ്രഷൻ എന്ന് പറയുമ്പം ഡേറ്റയെ കംപ്രസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. എത്രമാത്രം നമുക്കറിയാലോ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിറ്റ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രസൻറ്റേഷൻ ലെയർ. ദ ലാസ്റ്റ് ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ഈസ് ഓൾസോ കോൾഡ് ഡെസ്ക്ടോപ്പ് ലെയർ. An application layer serves as a window for users and application processes to access network service. Application layer is used by computer applications such as Google Chrome, Outlook, Firefox, Skype, etc. അതായത് ആപ്ലിക്കേഷൻ ലെയർ സെർവ് ചെയ്യുന്നത് യൂസേഴ്സിനും ആപ്ലിക്കേഷൻ പ്രോസസ്സിനും ഇടയ്ക്ക് ഒരു വിൻഡോ ആയിട്ടാണ്. അതായത് ഇറ്റ് ഹാൻഡിൽസ് ഇഷ്യൂസ് സച്ച് ആസ് നെറ്റ്വർക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയും റിസോഴ്സ് അലൊക്കേഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഒരു ലെയറാണ്. ദിസ് ലെയർ പ്രൊവൈഡ്സ് ദ നെറ്റ്വർക്ക് സർവീസ് ടു എൻ യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സിന് നെറ്റ്വർക്കിൻ്റെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ലെയറാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് FTAM, അത് ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ മെയിൽ സർവീസ്. FTAM എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ എക്സ്പാൻഷൻ കേട്ടോ. ഫയൽ ട്രാൻസ്ഫർ, ആക്സസ്, മാനേജ്മെൻറ്റ്. അതായത് ഒരു ആപ്ലിക്കേഷൻ ലെയറാണ് യൂസറിന് ഒരു റിമോട്ട് കമ്പ്യൂട്ടറിനകത്ത് ഫയലിനെയൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാനും അതുപോലെ മാനേജ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ആപ്ലിക്കേഷൻ ലെയറാണ്. ഫയലിൻ്റെ ആക്സസ്, റിട്രീവ് ഫയൽസ് ഫ്രം കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ് ഫയൽസിൻ്റെ റിമോട്ട് കമ്പ്യൂട്ടർ. മെയിൽ സർവീസ് എന്ന് പറയുമ്പം അതായത് ഇമെയിൽ ഫെസിലിറ്റി, ഫോർവേഡിങ്, ഇമെയിലിനെ ഫോർവേഡ് ചെയ്യുന്നു, സ്റ്റോറേജ് ചെയ്യുന്നു, അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ OSI മോഡൽ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട, ജസ്റ്റ് ഇതിൻ്റെ ലെയേഴ്സ് അറിയുക, അതിൻ്റെ ഫങ്ഷൻസ് ഒന്നറിയുക, അതിന് മറ്റു പേരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അറിയുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മോഡലിലോട്ട് പോകാം. TCP/IP. It stands for Transmission Control Protocol or Internet Protocol. അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇതാണ് TCP/IP. It was designed to describe the functions of the communication system by dividing the communication procedure into smaller and simpler components. അപ്പോൾ ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിനെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ആണ് കൊണ്ടുവന്നത്. ഈ ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത് കൊണ്ടുവന്നത്, ഡിസൈൻ ചെയ്തത്. അപ്പം കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിനെ സ്മാളർ ആൻഡ് സിംപ്ലർ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് OSI മോഡൽ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ചെയ്ത മോഡലാണ് TCP/IP മോഡൽ. ദ TCP/IP മോഡൽ ഈസ് ദ ഡിഫോൾട്ട് മെത്തേഡ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെയുള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള മെത്തേഡാണ് TCP/IP മോഡൽ. ഇതിന് മെയിനായിട്ട് 4 ലെയേഴ്സാണുള്ളത്. ഫിസിക്കൽ ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. അപ്പം നമ്മൾ മറ്റേതിൽ ഫിസിക്കൽ ലെയർ ഒന്ന്, ഡേറ്റ ലിങ്ക് ലെയർ ഒന്ന്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ഒറ്റ ലെയറായിട്ട് ആക്ട് ചെയ്യും. അതായത് രണ്ടും കൂടി ഒറ്റ ഫംഗ്ഷനായിട്ട് ചെയ്യും. 2 ലെയറിൻ്റെയും ഫംഗ്ഷൻ ഒരു ലെയർ തന്നെ ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ ഫിസിക്കൽ ഡിവൈസ്. അപ്പോൾ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്നും കൂടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ലെയർ നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഇത്രയാണ് TCP/IP എന്ന് പറയുമ്പം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇത് OSI മോഡലിന് മുന്നേ ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. ഡീഫോൾട്ട് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. 4 ലെയേഴ്സ്, മറ്റേതിൽ 7 ലെയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറൊക്കെ നോക്കാം കേട്ടോ. നെറ്റ്വർക്ക് ആക്സസ് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ. ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ ആണ്. പിന്നെ ഇൻ്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ഫൈനൽ ആപ്ലിക്കേഷൻ ലെയർ. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ദിസ് ലെയർ കറസ്പോണ്ട്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ ഓഫ് ദി OSI മോഡൽ. OSI മോഡലിൻ്റെ ഫിസിക്കൽ ലെയറും എന്താണ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണിത്. ഇറ്റ് ലുക്സ് ഔട്ട്
for hardware addressing and the protocols present in this layer. And in this layer allows for the physical transmission of data. അതായത് ഹാർഡ്വെയറിൻ്റെ അഡ്രസ്സിങ് ചെയ്യുന്നു, പിന്നെ അതിനകത്ത് കുറച്ച് പ്രോട്ടോകോൾസൊക്കെ ഈ ഒരു ലെയറിലുണ്ട്. ഫിസിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റയാണ് ഈ ഒരു ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർനെറ്റ് ലെയർ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് പാക്കറ്റ്സ് ഫ്രം എ നെറ്റ്വർക്ക് ആൻഡ് കൺട്രോളിംഗ് ദിയർ മൂവ്മെൻറ്റ് അക്രോസ് എ നെറ്റ്വർക്ക് ടു എൻഷുർ ദേ റീച്ച് ദിയർ ഡെസ്റ്റിനേഷൻ. ഈ ഒരു ലെയറിൽ നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് വരുന്നത്. പാക്കറ്റ്സ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത് ഡേറ്റയെ, എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഡെസ്റ്റിനേഷനിൽ അത് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺട്രോളിങ് എല്ലാം ഉറപ്പുവരുത്തുന്നത് ഇൻ്റർനെറ്റ് ലെയറാണ്. അതിനകത്ത് കുറച്ച് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിൻ്റെ എക്സ്പാൻഷനും അറിഞ്ഞിരിക്കുക. 1 IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, 2 ICMP ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ, 3 ARP അഡ്രസ് റിസൊല്യൂഷൻ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ end-to-end communication and error-free delivery of data. Error-free delivery, end-to-end communication. The two main protocols present in this layer are Transmission Control Protocol and User Datagram Protocol. ഇതിനകത്ത് വരുന്ന പ്രോട്ടോകോൾസാണ് TCPയും UDPയും. ഇതിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെൻഡറിനും റിസീവറിനും ഇടയ്ക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കും ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഡേറ്റാസ് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ടായിരിക്കും. അതിൽ ഓരോ യൂണിറ്റ്സിനെ നമ്മൾ സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോളാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ലെയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ. ഇതാണ് ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദി TCP/IP മോഡൽ. ഇതിനകത്ത് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. HTTP, FTP, DNS, SNMP, SMTP. HTTP എക്സ്പാൻഷൻ അറിയുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. DNS ഡൊമെയിൻ നെയിം സിസ്റ്റം. SNMP സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതിൻ്റെ എക്സ്പാൻഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഡേറ്റയെ ഓൾ ദ വേൾഡ് വൈഡ് വെബ് ആക്സസ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP. FTP എന്ന് പറഞ്ഞാൽ ഫയർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതായത് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് ആയിട്ട് പ്രോട്ടോക്കോളാണിത്. അതായത് ഫയൽസിനെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. DNS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമെയിൻ നെയിം സിസ്റ്റമാണ്. ഹോസ്റ്റിനും ഇൻ്റർനെറ്റിനും ഇടയ്ക്കുള്ള ഒരു കണക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്യും. ആ ഒരു പ്രോട്ടോക്കോളാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം. SNMP എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഡിവൈസസിനെ നമുക്ക് ഇൻ്റർനെറ്റിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അത് നമ്മൾ ഇമെയിലൊക്കെ മാനേജ് ചെയ്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഇത് രണ്ടുമാണ് മോഡൽസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കെല്ലാം ഒന്നിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. TCP/IPയും OSI 4 ലെയേഴ്സ്. TCP/IPക്ക് 4 ലെയേഴ്സ്, എന്നാൽ OSIക്ക് 7 ലെയേഴ്സ്. മോർ റിലയബിൾ എന്ന് പറയുന്നത് TCP/IP ആണ്. OSI ലെസ് റിലയബിൾ. TCP ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, എന്നാൽ OSIയിൽ വെർട്ടിക്കൽ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. TCP/IP ഡെവലപ്ഡ് പ്രോട്ടോകോൾസ് ദെൻ മോഡൽ. ആദ്യം പ്രോട്ടോക്കോളാണ് ഡെവലപ്പ് ചെയ്തത്, അതിനുശേഷം മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നാൽ OSIയിൽ ഡെവലപ്ഡ് മോഡൽ ദെൻ പ്രോട്ടോക്കോൾ. TCP/IP uses both the session and presentation layer in the application layer itself. ആപ്ലിക്കേഷൻ ലെയറിൽ ഈ സെഷൻ ലെയറും പ്രസൻറ്റേഷൻ ലെയറും കൂടി ഒന്നിച്ചാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ OSIയിൽ നമ്മൾ പഠിച്ചു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻ ലെയറും ഉണ്ട്, പ്രസൻറ്റേഷൻ ലെയറും ഉണ്ട്. TCP/IP പ്രോട്ടോകോൾസ് കനോട്ട് ബി റീപ്ലേസ്ഡ് ഈസിലി ഇൻ TCP/IP മോഡൽ.
എന്നാൽ OSAയിലെ പ്രോട്ടോകോൾസ് ആർ ബെറ്റർ കവേർഡ് ആൻഡ് ഈസ് ഈസി ടു റീപ്ലേസ് വിത്ത് ദ ചേഞ്ച് ഇൻ ടെക്നോളജി. ചേഞ്ച് ഇൻ ടെക്നോളജിക്ക് അനുസരിച്ച് നമുക്ക് പ്രോട്ടോകോൾസ് റീപ്ലേസ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു.